വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു നമ്മുടെ ഈ സംഗമം കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിയാറുകളായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. സൂറത്ത് ഖാഫിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു 7 ഘട്ടങ്ങളിലായി ആകാശഭൂമിയെ സൃഷ്ടിച്ചു. ആ ഒരു സങ്കീർണമായ സൃഷ്ടികർമ്മം കാരണം പടച്ച റബ്ബിന് യാതൊരു ക്ഷീണവും വന്നിട്ടില്ല. അതേക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത്. ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ 6-7 ദിവസം കൊണ്ട് ആകാശത്തെ പടച്ചു, ഭൂമിയെ പടച്ചു, പ്രപഞ്ചത്തെ നിർമ്മിച്ചു. അത് കാരണം സർവശക്തനാകുന്ന അള്ളാഹുവിന് അല്ലെങ്കിൽ ദൈവത്തിന് ക്ഷീണം സംഭവിച്ചു. അങ്ങനെ 7-ാം ദിവസത്തിൽ ഞായറാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച അവസാനിച്ച് 7-ാം ദിവസമാകുന്ന ശനിയാഴ്ച സൃഷ്ടാവാകുന്ന ദൈവം വിശ്രമിച്ചു. എന്നല്ല, മലന്ന് കടന്ന് വിശ്രമിച്ചു എന്നൊക്കെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ക്ഷീണം സംഭവിക്കുന്നവൻ ദൈവമാവാൻ പറ്റില്ലെന്നും പടച്ച റബ്ബിന് ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച കാരണം യാതൊരുവിധ ക്ഷീണമോ പ്രയാസമോ ബുദ്ധിമുട്ടോ സംഭവിച്ചിട്ടില്ലെന്നും യൂതന്മാരെയും ക്രിസ്ത്യാനികളെയും തിരുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ് ഈ ആയത്തിന്റെ പ്രമേയം. ലൊഴുബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നർത്ഥം. ഒരു ക്ഷീണവും അള്ളാഹുവിന് സംഭവിച്ചിട്ടില്ല. സർവശക്തനാകുന്ന അള്ളാഹുവിന്, സ്രഷ്ടാവിന് അങ്ങനെ ഒരു ക്ഷീണം സംഭവിച്ചാൽ മൂപ്പര പരിപാടിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവർ ആരാധനക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യാൻ പാടില്ല, മത്സ്യം പിടിക്കാൻ പാടില്ല. ആരാധനയ്ക്ക് വേണ്ടി മാത്രം ശനിയാഴ്ചയെ മാറ്റി നിർത്താൻ അവരുടെ മതം പറയുന്നത്. പിൽക്കാലത്ത് അത് കൂടുതൽ വിശദീകരിക്കേണ്ട വേദിയല്ല ഇത്. നിഖിയ എന്ന് പറയുന്ന സ്ഥലത്ത് AD 325 നടന്നൊരു സുന്നഹദോസിൽ, സുന്നഹദോസ് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവർ പുതിയ നിയമം ഉണ്ടാക്കുന്ന ആ ഒരു യോഗത്തിൽ വെച്ച് യേശുക്രിസ്തു എന്ന് പറയുന്ന പ്രവാചകരെ ദൈവമാക്കാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന 2ാമത്തെ രാജാവ്, കോൺസ്റ്റന്റൈൻ 2ാമനാകുന്ന രാജാവ്, അയാളുടെ മതമാകുന്ന ഈ അഗ്നി ആരാധനയൊക്കെയുള്ള സൂര്യനെ ആരാധിക്കുന്ന ആ റോമാ മതത്തിലേക്ക് ക്രിസ്ത്യൻ മതത്തിന്റെ കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പ്രത്യേക മതം രൂപീകരിക്കുകയും അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിറ്റി. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി. അന്ന് മുതലാണ് അവർക്ക് ശനിയാഴ്ചയുടെ പ്രാധാന്യം പോയിട്ട് ഞായറാഴ്ച അവരുടെ കർമ്മങ്ങളും പ്രാധാന്യവും വന്നത്. കാരണം റോമക്കാർ ആരാധിക്കുന്നത് സൂര്യദേവനെയാണ്. ആ സൂര്യൻ ജനിച്ചത് സൺഡേ, ഞായറാഴ്ചയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് യേശുവിന്റെ ജന്മദിനം എന്ന രീതിയിൽ ഡിസംബർ 25 ആഘോഷിക്കപ്പെടുന്നത്. റോമാ മതത്തിൽ അവരുടെ ദൈവം ജനിച്ചു എന്ന് പറയുന്നതാണ് ഡിസംബർ 25. ഞാൻ പറഞ്ഞല്ലോ, അത് വിശാലമായി പറയേണ്ട ഒരു വേദിയല്ല ഇത്. ഈ ആയത്തിന്റെ ആശയം മനസ്സിലാവാൻ ഞാനൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ശനിയാഴ്ചയായിരുന്നു അവരുടെ വിശുദ്ധ ദിവസം. ആ ശനിയാഴ്ചയിൽ നിന്ന് അവർ ഈ ഞായറാഴ്ചയിലേക്ക് മാറാനുണ്ടായ കാരണം ഇതാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാരൊക്കെ ക്രിസ്ത്യൻ മതം സ്ഥാപിച്ചത് ആര് എന്നതിന് യേശുക്രിസ്തുവും പൗലൂസും എന്നൊക്കെ ഉത്തരം പറയുന്നത്. ദി 100 എന്ന പുസ്തകം നമുക്കറിയാം. ലോകചരിത്രത്തെ സ്വാധീനിച്ച, ഏറ്റവും കൂടുതലായി സ്വാധീനിച്ച 100 ആളുകളെ കുറിച്ച് ഉള്ള ആ ഒരു പഠനം. അതിൽ ഒന്നാമതായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കൊടുക്കുന്നു. യേശുവിനെ പറയുന്നിടത്ത് പൗലോസിനെ കൂടെയും ചേർത്തിയിരിക്കുന്നു 9ാമത്തെ ആളായിട്ട്. കാരണം ഇവർ രണ്ടുപേരും കൂടി ചേർന്നാൽ ഇന്ന് കാണുന്ന ക്രിസ്തുമതം ഒരു പൂർണ്ണമാവുള്ളൂ. അങ്ങനെയാണ് ശനിയാഴ്ചയുടെ പ്രാധാന്യം പോയിട്ട് അവർ ഞായറാഴ്ച വലിയ ആരാധനയും കുർബാനയൊക്കെ തുടങ്ങുന്നത്. സത്യത്തിൽ ശനിയാഴ്ചയായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം ബൈബിൾ പ്രകാരം ഞായറാഴ്ചയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് തുടങ്ങുന്നത്. അങ്ങനെ 6 ദിവസമായപ്പോഴേക്ക് പിറ്റത്തെ വെള്ളിയാഴ്ച ആയപ്പോൾ അതൊക്കെ തീർന്നു. ഭയങ്കരമായ പണിയായതുകൊണ്ട് ദൈവത്തിനാകെ ക്ഷീണമായി. 7th ഡേയിൽ മൂപ്പര് കയറി മലന്നിടന്ന് വിശ്രമിച്ചു.
ഈ ഒരു അന്ധവിശ്വാസത്തെ തിരുത്തിക്കൊണ്ട് അള്ളാഹുവിന് ഈ സൃഷ്ടികർമ്മം കാരണം യാതൊരു വിഷമവും ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, 7th ഡേ എന്ന് പറഞ്ഞാൽ നമ്മളീ കാണുന്ന 24 മണിക്കൂർ ഉൾക്കൊള്ളുന്ന ആ ഒരു ദിവസം എന്ന് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. അങ്ങനെ തന്നെ. എന്തുകൊണ്ട്? നേരം വെളുത്ത് വൈകുന്നേരമായി 1-ാം ദിവസം, അങ്ങനെ നേരം വെളുത്ത് ഇങ്ങനെ പോയി വൈകുന്നേരമായിട്ട് ഉഷസ് ഉയർന്ന് 2-ാം ദിവസം, അങ്ങനെ 24 മണിക്കൂറുള്ള ആ ഒരു ദിവസം തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. ആ ഒരു പോയിന്റ് പഠിച്ചിട്ടാണ് മോറിസ് ബുക്കായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പരിശുദ്ധ ഖുർആനിൽ 7 ദിവസം എന്ന് പറയുന്നേയില്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാമുന റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, 7 ദിവസമല്ല ഉദ്ദേശം, പിന്നെയോ 7 ഘട്ടങ്ങൾ, 7 ദീർഘമായ ഘട്ടങ്ങൾ. കാരണം 4-ാം ദിവസത്തിൽ സൂര്യനെ പടക്കുന്നു എന്ന് ബൈബിൾ പറയണം. പിന്നെ ഇങ്ങനെ 4 ദിവസം ഉണ്ടായി? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന 24 മണിക്കൂറിന്റെ നിഗമനം, അതാണ് ഒരു ദിവസം. മറ്റേതൊരു ദിവസം ഉണ്ടാവില്ലേ? സൂര്യൻ ഇങ്ങനെ അതിന്റെ അച്ചുതണ്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമി സ്വയം ഭ്രമണം ചെയ്തുകൊണ്ട് സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ സ്വയം ഭ്രമണം ചെയ്യുമ്പോഴാണ് നമുക്ക് 24 മണിക്കൂറിൽ ഒരു ദിവസം രൂപപ്പെടുന്നത്. അത് വരണമെങ്കിൽ സൂര്യൻ വേണം, ഭൂമി വേണം, മറ്റ് വെളിച്ചത്തിന്റെ സ്രോതസ്സുകൾ വേണം. ഇതൊന്നുമില്ലാത്ത 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും ഒരിക്കലും ദിവസം എണ്ണാൻ പറ്റൂല. ഞാൻ സൂചിപ്പിച്ചു, ചെറുപ്പക്കാരൊക്കെ ഇത് പ്രത്യേകം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ യൗമ് എന്നതിന് 24 മണിക്കൂറുള്ള സാധാരണ ദിവസം എന്നർത്ഥമുണ്ട്. അതോടൊപ്പം ഒരു കാര്യം നിർവഹിക്കാൻ ആവശ്യമായ ടൈം പീരിയഡ് എന്നും അതിനർത്ഥമുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് യൗമുൽ ഖുലൂദ് എന്നൊക്കെ നമുക്ക് അർത്ഥം വേണ്ട വിധം ബോധ്യപ്പെടുക. യൗമുൽ ഖുലൂദ് എന്ന് പറഞ്ഞാൽ എന്താ? നിത്യതയുടെ ദിവസം, എന്നും 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 എന്ന് വെച്ചാൽ ആഖിറത്തെ ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് യൗമുൽ ഖുലൂദ് എന്നാണ്. സൂറത്തു ഫാത്തിഹയിൽ നമ്മൾ പറയുന്ന അല്ലെ, മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിന്റെ ഉടമസ്ഥനാകുന്ന അല്ലാഹു. എന്താ യൗമുദ്ദീൻ? പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടം. മനുഷ്യന് ഈ ഒരു ജന്മം കഴിഞ്ഞാൽ പിന്നീടുള്ള ജന്മം അനന്തമാണ്. അങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നമുക്ക് വർണ്ണിക്കാനാവാത്ത ആ ഒരു ഘട്ടത്തെ കുറിച്ച് ഖുർആൻ യൗമ് എന്നാണ് പറയുന്നത്. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഇമാമുന റാസി റളിയല്ലാഹു അൻഹു ഒക്കെ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. 7 ഘട്ടങ്ങളിലായിട്ട് 6 ഘട്ടം കൊണ്ടത് പൂർത്തിയാകുന്നു. പിന്നെ ഖുർആനിന്റെ മറ്റു ചില ആയത്തുകൾ കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ ഇതേക്കുറിച്ച് വ്യക്തമായ ചിത്രം നമുക്ക് ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിലേക്ക് നമുക്ക് ആ ചർച്ച മാറ്റി വെക്കാം. ഇനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറെ സമാധാനത്തിന്റെ വചനങ്ങളാണ് പറയുന്നത്. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ പലജാതി സംഗതികൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പൂർവികരെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്, അവരുടെ പരാജയത്തിന്റെ കാരണം വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കലും അത് പിന്തുടരരുതെന്ന് പ്രത്യേകമായി ഖുർആൻ ഉപദേശിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് വസ്ബിർ അലാ മാ യഖൂലൂൻ, റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, ഫസ്ബിർ, അങ്ങ് ക്ഷമിച്ചേക്കുക, അലാ മാ യഖൂലൂൻ, അവർ ഈ പറഞ്ഞുണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ. ഒരു പ്രബോധകൻ, ഒരു ഇസ്ലാമിക പ്രവർത്തകൻ തീർച്ചയായും കുറേ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലം യഖ്ശ ലൗമത ലായിം, ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപം അവർ പരിഗണിക്കുകയേ ഇല്ല എന്ന് ഖുർആൻ പറയുന്നത്. ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപം പരിഗണിക്കാനേ പാടില്ല. ഏതർത്ഥത്തിൽ? നിരൂപണം നടത്തുന്നതും ആക്ഷേപം നടത്തുന്നതും 2 സംഗതിയാണ്. നമ്മുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വൈകല്യം അതേക്കുറിച്ച് പറയാൻ അർഹതയുള്ള ഒരാൾ മര്യാദക്ക് അതിൻ്റെ നിയമമൊക്കെ അനുസരിച്ച് പറഞ്ഞു തരികയാണെങ്കിൽ അത് സ്വീകരിക്കണം നമ്മൾ. നേരെ മറിച്ച് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്ത് ചെയ്താലും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളതുപോലെ അതുവരെ ചെയ്ത ടീം പ്രതിപക്ഷത്തേക്ക് വന്ന് പിന്നെ അതുവരെ പ്രതിപക്ഷമായിരുന്ന ടീം പിന്നെ ഭരണപക്ഷമായി അതിൻ്റെ തുടർച്ച നടത്തുമ്പോൾ അതിനില്ലാത്ത കുറ്റം ഉണ്ടാവില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവരല്ല അത് നടത്തുന്നത്. ഒരു ടീം റോഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കട പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം അതിനെതിരെ ഭയങ്കരമായി പ്രവർത്തിക്കും. പിന്നീട് അവർ ഭരണത്തിലേക്ക് വന്നാലോ ഇതിന്റെ തുടർച്ച പരിപാടി നടത്തുകയും ചെയ്യും. കാരണം അപ്പോഴേക്ക് അതിന്റെ ന്യായീകരണം ഉണ്ടാവും. എത്ര തെളിവുകൾ. ഗാട്ടും കാണാച്ചരടും എന്ന് പറയുന്ന പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ രാഷ്ട്രീയ നേതാവിന് ഒരിക്കൽ പോലും ഈ മുതലാളിത്തവുമായിട്ട് സമരസപ്പെടാൻ പറ്റൂല. പക്ഷെ അയാൾ ഇതുവരെയും ആ ചേരിയിലാണ് ഉറച്ചു നിന്നത്. അത് അവിടെയൊക്കെ നടക്കും. മതത്തിന്റെ കാര്യത്തിൽ അത് പറ്റൂല. മതത്തിന്റെ കാര്യത്തിൽ
ഒരു വ്യക്തമായ തെളിവുകളോടുകൂടെ മാന്യമായ രീതിയിൽ രണ്ടും പരിഗണിക്കണം. വെറുതെ ആക്ഷേപിക്കല്ല, പ്രമാണബദ്ധമായ ആക്ഷേപമാണ്. അത് വേണ്ട അർഹമായ രീതിയിലാണ്. അങ്ങാടിയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കലല്ല. സെക്രട്ടറിനെ സെക്രട്ടറിനെ വിളിച്ചിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞെടുത്തു, ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ വേണ്ടിയിരുന്നത്. അർഹമായ രീതിയിലുള്ള നിരൂപണം അല്ലെങ്കിൽ വിമർശനമാണെങ്കിൽ അത് സ്വീകരിക്കണം. ഒരു വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ വീടിന്റെ കാര്യത്തിൽ മുതൽ എല്ലാ അർത്ഥത്തിലും അത് സ്വീകരിക്കണം. അതല്ലാതെ വെറുതെയുള്ള ആക്ഷേപങ്ങൾ അത് പരിഗണിക്കാനേ പാടില്ല. അത് പരിഗണിച്ച ഒരാൾക്കും ഈ ദുന്യാവിലൊരു പ്രവർത്തനം നടത്താൻ കഴിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണമെന്നും ഫൈദാ അസംത, ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചുറപ്പിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് അതാണ് നടപ്പിലാക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. സഹാബാ കിറാമിനോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. ഫഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഷാവറ നടത്തിയിട്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ അർഹമായ രീതിയിലുള്ള ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് വരണം. വൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യം അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് തീരുമാനിച്ച് നടപ്പിലാക്കണം. സാബത്തിന്റെ അർഹമായ രീതിയിലുള്ള തിരുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിരുന്നു. ബദർ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ രണ്ട് സൈന്യവും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഹബീബായ റസൂൽ തങ്ങളോട് സഹാബിവര്യന്മാര് ചിലർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ നമ്മുടെ ടെന്റ് വെക്കണമെന്ന് അങ്ങ് തീരുമാനിച്ചതാണോ അതോ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയതാണോ? അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയതാണെങ്കിൽ ഓക്കെ, അതിൽ വർത്താനൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രത്യേകിച്ച് അള്ളാഹിന്റെ കൽപ്പന ഒന്നും വന്നില്ല, എനിക്ക് തോന്നി എന്നാൽ ഇവിടുന്ന് മാറ്റണം. സഹാബാ കിറാം അവിടുത്തോട് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട്? എങ്ങാനും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചളി നിറഞ്ഞു പോകും, നമ്മുടെ ഗതാഗതം തടസ്സപ്പെടും, നമ്മുടെ ടെന്റുകൾ നശിച്ചു പോകും, വെള്ളം കയറി നമ്മുടെ അവസ്ഥ ആകെ പരിതാപകരമാകും. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകണം. സഹാബത്തിന്റെ നിർദ്ദേശം ഹബീബായ റസൂലുള്ളാഹി മാനിച്ചു. യാദൃച്ഛികമാവാം, അന്ന് കഠിനമായ മഴ പെയ്തു. സഹാബത്ത് അവിടുന്ന് ടെന്റൊക്കെ പൊളിച്ച് പോന്നിടത്താണ് പിന്നീട് അബൂജഹലും കൂട്ടക്കാരും പോയിട്ട് ടെന്റ് കെട്ടിയത്. ചളിയും മണ്ണും ഒഴുകിച്ചെന്ന് അവരുടെ ടെന്റ് ആകെ മലിനമായി, അവരുടെ വെള്ളം നശിച്ചു പോയി, അവരുടെ വെള്ള ടാങ്ക്, കുടിക്കാനുള്ള വെള്ള ടാങ്ക് മൊത്തം നശിച്ചു പോയി. സഹാബത്ത് ശേഖരിച്ച വെള്ളം അവിടെ സുന്ദരമായി നിലകൊണ്ടു. അങ്ങനെയാണ് ബദറിന്റെ ആ ആരംഭത്തിന്റെ കാരണം. അങ്ങനെയാണ് അവർ ഈ വെള്ളം എടുക്കാൻ വേണ്ടി വരികയാണ്. ധിക്കാരികളാകുന്ന ശത്രുപക്ഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ശേഖരിച്ച ആ വെള്ളം സ്വന്തമാക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെയാണ് നമ്മൾ ആ ബദറിന്റെ പാട്ടിലൊക്കെ പണ്ടൊക്കെ നമ്മൾ പാടി ശീലമുള്ള ആ ഒരു പാട്ട് അല്ലേ, ഹംസത്തുൽ ഖറാർ തങ്ങളൊക്കെ ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഹൗദിൽ നിന്ന് വെള്ളമെടുക്കുന്നവൻ ആരടാ എന്ന് പറയുന്ന ആ പാട്ടൊക്കെ, ആ ബദറിലെ ആ ശീലുകളൊക്കെ അതിന്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരാൾ അർഹമായ രീതിയിൽ നമ്മളെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കണം. നേരെ മറിച്ച് പള്ളി കമ്മിറ്റി അവിടെ ഒരു പണി തുടങ്ങി, അപ്പോഴേക്ക് ആക്ഷേപം തന്നെ തുടങ്ങി, ഒന്ന് പള്ളി വിളിക്കൽ തുടങ്ങി, അല്ലെങ്കിൽ അവളൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് കരുതി അതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനം തുടങ്ങുമ്പോഴേക്ക് ആക്ഷേപം തുടങ്ങി. ഇങ്ങനെയുള്ള ആക്ഷേപത്തിൽ നിന്ന് മുക്തമായിട്ട് ആർക്കുമേ ജീവിക്കാൻ കഴിയില്ല. അൽ ഇൻസാനുൽ കാമിൽ മുഹമ്മദുർ റസൂലുള്ളാഹി, സമ്പൂർണ്ണ മനുഷ്യരാകുന്ന ഹബീബായ റസൂൽ തങ്ങൾക്ക് പോലും നിരന്തരമായി ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കി, ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ആക്ഷേപിച്ചു. ഒന്നും പറയാനില്ലാത്ത ഘട്ടത്തിൽ ഇതെന്ത് നബിയാണ്? അങ്ങാടി കൂടി നടക്കാൻ പറ്റുമോ നബി? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നബി എന്നൊക്കെ അവർ ആക്ഷേപിച്ചു. സൂറത്തുൽ ഫുർഖാനിന്റെ 4-ാമത്തെ വാക്യം, മാലിഹാദർ റസൂൽ യഅ്കുലു തആം, ഭക്ഷണം കഴിക്കുക, ഇത് എന്ത് നബിയാണ്? നബിമാരൊന്നും ഭക്ഷണം കഴിക്കൂല, അല്ലെങ്കിൽ നബിമാരൊന്നും അങ്ങാടി കൂടി നടക്കൂല, അവരിങ്ങനെ പള്ളിയിലിരിക്കുക, ദിക്റ് ചൊല്ലുക, അതന്നെ അവരുടെ പണി, അങ്ങാടി കൂടി നടക്കൂല എന്ന് പോലും അവർ ആക്ഷേപിച്ചു. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നടത്തിയ ഒരു സൂറത്തിന് തുല്യമായ, ഏറ്റവും ചുരുങ്ങിയ ഒരു സൂറത്തുൽ കൗസറിനെങ്കിലും തുല്യമായ ഒരു സൂറത്ത് നിർമ്മിച്ചു കൊണ്ടുവരാമോ എന്ന് ചോദിച്ച് ആ വെല്ലുവിളിക്ക് മുമ്പിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവർ പോലും മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് പലപ്പോഴും പറയാൻ ശ്രമിച്ചു. മുഹമ്മദ് നബിക്ക് അക്ഷരജ്ഞാനമില്ലെന്ന് അവർക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗംഭീരമായ സാഹിത്യ കൃതിയുമായി വരാനാവില്ലെന്ന് അവർക്കറിയാം. എന്നാലും പറഞ്ഞുകൊണ്ടേയിരുന്നു.
ഇതൊക്കെ പരിഗണിച്ച് തന്റെ ദഅവത്ത് മാറ്റിവെക്കാൻ ഹബീബായ റസൂലുള്ളാഹി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ ആലോചിച്ചു. ഇതൊക്കെ പരിഗണിച്ച് ഞാൻ എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും നന്നാവണില്ലേ, പിന്നെയും കുറ്റവും കളവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ദഅവത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആളുകളാവുമെന്ന് വെറുതെ ആലോചിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഹബീബിനെ സമാധാനിപ്പിച്ചുകൊണ്ട് വസ്ബിർ അലാ മാ യഖൂലൂൻ, ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്ന ആരോപണങ്ങളിലൊക്കെ അങ്ങ് ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക, പടച്ച റബ്ബിനെ അങ്ങ് പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുക, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഖബല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ്, വഖബലൽ ഖുറൂബ്, അസ്തമിക്കുന്നതിന്റെയും മുമ്പ്. പ്രത്യേകം 2 സമയങ്ങൾ എടുത്തു പറഞ്ഞതാണ്. ഇബ്നു അസീർ വിശദീകരിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഇസ്രാഇന്റെയും മിറാജിന്റെയും അന്ന് ഈ 2 അടക്കം, ഈ 2 വക്ത് നിസ്കാരം അടക്കം 5 വക്ത് നിസ്കാരം ഫർളാവുന്നതിന്റെ മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടായിരുന്നത് 2 നിസ്കാരമായിരുന്നു. ഒന്ന് തുലൂഉ ശംസിന്റെ മുമ്പ്, സൂര്യൻ ഉദിക്കണതിന്റെ മുമ്പ് സുബഹി, പിന്നീട് അതും 2 റക്അത്തായിരുന്നു. പിന്നെ വസിൻതാനി ഖബലൽ ഖുറൂബി, അസ്തമിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത്, അതാണ് അസർ. പിന്നീട് അതിന്റെ കോല രൂപമൊക്കെ മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉമ്മത്തിനും ആ സീസണിൽ ഖിയാമുൽ ലൈൽ വാജിബായിരുന്നു. ഖിയാമുൽ ലൈൽ പറഞ്ഞ തഹജ്ജുദ് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാജിബാണ്, ഉമ്മത്തിനും വാജിബാണ്. ഇസ്രാഇന് ശേഷം ഉമ്മത്തിന്റെ വുജൂബ് അല്ലാഹു തആല മാറ്റി. ഉമ്മത്തിന് തഹജ്ജുദ് നിസ്കാരം വാജിബാണെന്നുള്ളത് അല്ലാഹു തആല ഒഴിവാക്കി. പിന്നെ അത് അവർക്ക് സുന്നത്തായി നിർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ തഹജ്ജുദ് നിസ്കാരം വാജിബ് തന്നെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് അവിടുത്തെ വഫാത്ത് വരെയും വാജിബാണ്. അതിന്റെ മുമ്പ് ഉമ്മത്തിന് ഉണ്ടായിരുന്ന വാജിബായിരുന്നു. ഏകദേശം 1 കൊല്ലം അവർക്കും അത് വുജൂബായിരുന്നു. നേരെ മറിച്ച് അത് ഇസ്രാഇന്റെ അന്ന് 5 വക്ത് നിസ്കാരം നിർബന്ധം വന്നപ്പോൾ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം തഹജ്ജുദിന്റെ നിർബന്ധമായ ആ ഒരു കൽപ്പന അല്ലാഹു പിൻവലിച്ചു. എന്നാലും അതിന്റെ ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. തഹജ്ജുദ് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധം, നമുക്കും ആദ്യഘട്ടത്തിൽ നിർബന്ധം. പിന്നെ ഈ 5 വക്തും പിന്നെ തഹജ്ജുദും കൂടി നിർബന്ധമാക്കിയാൽ ഈ പിൽക്കാലക്കാരൊക്കെ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിക്കുമെന്ന് കരുതിയിട്ടാവണം ആ ഒരു ഹുക്കുമെ പിൻവലിച്ചു, നിർബന്ധം എന്നുള്ളത്. പക്ഷെ അതിന്റെ ആ ശക്തമായ സുന്നത്ത് അവിടെ തന്നെ നിലനിൽക്കുന്നു. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഖിയാമുൽ ലൈൽ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി നിസ്കരിക്കുന്ന, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം എന്നാണ് തഹജ്ജുദിനെ കുറിച്ച് ഖിയാമുൽ ലൈൽ എന്ന് പറയാൻ കാരണം. തഹജ്ജുദ് എന്ന് പറഞ്ഞാലോ കഠിനമായി അധ്വാനിച്ച് ചെയ്യേണ്ട നിസ്കാരം. തഹജ്ജുദ് ജിഹാദ്, തഹജ്ജുദ് എന്താ അതിന്റെ അർത്ഥം? കഠിനമായി അധ്വാനിച്ച് ചെയ്യേണ്ട നിസ്കാരം. ഒന്ന് എഴുന്നേറ്റ് കിട്ടാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. നല്ല തണുപ്പ് സമയത്തൊക്കെ ഒന്ന് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വൈകി കടന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ രാത്രി ഒന്ന് ഒരുങ്ങിപ്പിടിച്ച് ഒന്ന് ശക്തമായി ഒന്നുകൊണ്ട് പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട നിസ്കാരം എന്നതുകൊണ്ട് തഹജ്ജുദ് എന്നതിന് പേര്. നമ്മുടെ നാട്ടിലൊക്കെ റമദാനിലെ ഒരു പ്രയോഗം ഉണ്ടാവും, രാത്രിയുള്ള എല്ലാ നിസ്കാരം കൂടെ ഖിയാമുൽ ലൈൽ. അതല്ല ഈ പ്രയോഗം, അത് തെറ്റായൊരു പ്രയോഗമാണ്. തറാവീഹ് വേറെ തന്നെ, വിത്ർ വേറെ തന്നെ, തഹജ്ജുദ് വേറെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിന്റെ കിതാബൊക്കെ പരിശോധിച്ച് നോക്കുക. അതിലൊക്കെ ഈ 3 അധ്യായങ്ങൾ വേറെ വേറെ തന്നെ കാണാൻ പറ്റും. അതിനൊക്കെ വേറെ വേറെ ഹദീസുകളും ആയത്തുകളും അവർ ഉദ്ധരിച്ചിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിൽ പരമാവധി ഈ അമല് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യേകം പറയണം, മസ്ജിദുൽ ഹറമിലൊക്കെ ഹറമൈൻ ഷരീഫിൽ 2ലും തഹജ്ജുദ് ദീർഘമായി അവസാനം നിസ്കരിക്കും. ഒരു 3 മണി 3:30 മുതൽ ദീർഘമായി തഹജ്ജുദ് നിസ്കരിക്കും. തറാവീഹോ 20 റക്അത്ത് തന്നെ വേറെയും നിസ്കരിക്കും, അത് ഇശാന്റെ ശേഷമായിട്ട്. തറാവീഹ് 20 റക്അത്തായിട്ട് തന്നെ നിസ്കരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കേട്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ ഈ തഹജ്ജുദും വിത്തുറും ഇശാന്റെ ശേഷമുള്ള നിസ്കാരവും തറാവീഹും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ്. ഖിയാമുൽ ലൈൽ, ഖിയാമുൽ ലൈൽ എന്ന് ഭാഷാപരമായിട്ട് അതിനൊക്കെ പറയാൻ പറ്റും, കാരണം രാത്രിയിലെ നിസ്കാരം എന്നപ്പോൾ അതിന്റെ അർത്ഥമുള്ളൂ. എന്നപ്പോ ഇശാൻ കൂടി പെടും, കാരണം അതും രാത്രിയിലെ നിസ്കാരം. മഗ്രിബി അതിൽ പെടും, അതും രാത്രിയിലെ നിസ്കാരം. ഇതെല്ലാം കൂടി ഒന്നടിച്ചാൽ മതിയാവണം, പക്ഷെ അവിടെ ചെയ്യൂല. ഇത് ഓരോന്നും വേറെ വേറെ തന്നെ നിസ്കരിക്കണം. പ്രത്യേകമായി ഖിയാമുൽ ലൈൽ എന്ന് പറയുമ്പോൾ അത് രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരമാണ്. ഞാൻ കൂടുതൽ അത് വിശദീകരിക്കണില്ല. ഇപ്പോഴൊക്കെ 5:30 വാങ്ങിക്കൊടുക്കുമ്പോൾ മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഒരു 4:45 എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കണം.
രാത്രി കുറേ ടൈമൊന്നും ഉറക്കൊഴിക്കരുത്. ഒരു 10 കൊല്ലം മുന്നേക്ക് ഈ അസറിന്റെ ശേഷം കഴിഞ്ഞു പോകുന്ന നമ്മുടെ ഈ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകളൊക്കെ ഇപ്പൊ തുടങ്ങണമെങ്കിൽ തന്നെ രാത്രി 9 മണിയാവും. ഞാനതിന്റെ ന്യായോക്തികളെ കുറിച്ചല്ല പറയണത്. കളിക്കണോ കളിക്കണ്ടേ, കളിക്കാൻ പോണോ പോവാതിരിക്കണോ, ഇതൊന്നും ഞാൻ ഇപ്പൊ തൽക്കാലം സംസാരിക്കുന്നില്ല. ഓരോ ഗ്രാമങ്ങളിലും അങ്ങനത്തെ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർ 4 എണ്ണം ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കൊരു അഖിലേന്ത്യാ സയൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കേണ്ടതെന്നാണ് അവരുടെ ചർച്ച. അങ്ങനെ അവരൊരു പാടൊക്കെ റെഡിയാക്കിയിട്ട് കെട്ടിമറച്ച് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കും. ഇത് തുടങ്ങുന്നത് എപ്പോഴേ 8:30-9 മണിക്കാണ്. പിന്നെ ഒരു 1.5 മണിക്കൂർ കളിയും കൂത്താട്ടവും ബഹളവും ഒക്കെ കഴിഞ്ഞ് പിരിഞ്ഞ് അവര് സുഖസുന്ദരമായി കടന്നുറങ്ങും. തഹജ്ജുദ് പോവട്ടെ, സുബഹി പോലും ഖളാ ആക്കും. അങ്ങനെ വൈകി കിടക്കുമ്പോ ഇത്തരം നല്ല പുണ്യങ്ങൾക്കൊന്നും അവസരം കിട്ടൂല. അതിൽ തർക്കമൊന്നുമില്ല. ഇസ്ലാമിന്റെ രീതി, ഇസ്ലാമിന്റെ എന്നല്ല, ഏത് ആരോഗ്യ ശാസ്ത്രത്തിന്റെയും രീതി നേരത്തെ കടക്കണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. പക്ഷെ എന്നാലും വെറുതെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചാനൽ മാറ്റിക്കൊണ്ടിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുട്ബോളിലോ മറ്റോ ഒക്കെ സമയം ചെലവഴിച്ച് ഒരേർപ്പാടും ഇല്ലെങ്കിൽ അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടന്ന് ഓരോ സംഗതിയിലും ഇടപെട്ട് അങ്ങനെ കണ്ട് ചില മനുഷ്യന്മാര് ഏത് സംഗതിയിലും അവർ കയറി ഇടപെടും. ചിലപ്പോൾ ദുന്യാവിൽ തന്നെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും, കേസും കുന്തൊക്കെ വരും. അതൊന്നുമില്ലെങ്കിലും മനുഷ്യൻ അള്ളാഹു നിർണയിച്ചു കൊടുത്തൊരു ലക്ഷ്യമുണ്ട്. അതായിരിക്കണം അവന്റെ മനസ്സിലുള്ളത്. ഏത് സംഗതിയിലും ഇടപെടുക. എന്ത് അങ്ങാടിയിൽ പ്രശ്നം ഉണ്ടെങ്കിലും മൂപ്പരവിടെ ഉണ്ടാവും. ഈ ഒരു അർത്ഥത്തിൽ നിന്ന് മാറി ഒരു 40 വയസ്സൊക്കെ ആയാൽ മെല്ലെ മെല്ലെ സ്വത്വത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കണം. താൻ ആരാണെന്നുള്ള ബോധം വേണം. എന്തിനാ ജീവിക്കണേ എന്നുള്ള ബോധം വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരിശുദ്ധ ദീനിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പരലോകത്ത് ആത്യന്തികമായ വിജയം കിട്ടൂ. പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജെറോം എന്ന് പറയുന്ന നെതർലൻഡുകാരനാകുന്ന ഇസ്ലാം വിമർശകനെ കുറിച്ച്. അദ്ദേഹം ഖുർആൻ വിമർശിച്ച് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പകുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത കുറ്റബോധം വരുന്നത്. സത്യം ഇത്ര വ്യക്തമായിട്ടും ഞാൻ എന്തിനാണ് അതിനെതിരെ ഇങ്ങനെ ഗ്രന്ഥം രചിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം വ്യക്തമായിട്ടും എന്തിനാണ് ഞാൻ ഇതിനെതിരെ ഇങ്ങനെ ഗ്രന്ഥം രചിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെയും അയാൾ കുറച്ചൊക്കെ മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് തന്റെ ആത്മാവിനെ വഞ്ചിക്കാൻ സാധിച്ചില്ല. പത്രസമ്മേളനം നടത്തി. അതുവരെ ഉണ്ടാക്കിയ ഇസ്ലാം വിരുദ്ധ പുസ്തകം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വല്ലാത്ത ഞെട്ടലാണ്. ഇപ്പോഴും ലോകത്ത് ചർച്ച അവസാനിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇസ്ലാമിന് എതിരെ പാർട്ടി നിർമ്മിച്ച് ഇസ്ലാമിനെ നിരോധിക്കുമെന്ന് വലിയ ഓഫർ ജനങ്ങൾക്ക് വെച്ച് അങ്ങനെ 2 പ്രാവശ്യം MP ആയി. അതുപോലെയുള്ള തീവ്ര വലതുപക്ഷ സംഘങ്ങളോട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തി എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഡെൻമാർക്കിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഇല്ലാതെയാക്കുമെന്ന് ശക്തമായി പ്രഖ്യാപിച്ച് അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശത്രുവിനെ പരിശുദ്ധ ഖുർആനിലേക്ക് ആകർഷിക്കാൻ ഈ വിശുദ്ധ ഗ്രന്ഥം എന്തൊരു അത്ഭുതമാണ് അതിൽ ഒളിപ്പിച്ചു വെച്ചത്. ഇതാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറെയും ചില വാർത്തകൾ കേട്ടു. തമിഴ്നാട്ടിലെ ഏതോ ഒരു വലിയ നടൻ ചിമ്പു, അയാളുടെ സഹോദരനുണ്ട് ഇത്ര തമിഴ്നാട്ടിൽ ഏറ്റവും നല്ല അഭിനയക്കാരൻ എന്ന രീതിയിൽ, കുട്ടി അഭിനയക്കാരൻ എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ ഏറ്റവും നല്ല നടനായി തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ അവിടെയുള്ള ഒരു മുഹീദ്ദീൻ പള്ളിയിൽ പോയിരുന്നിട്ട് ഉസ്താദുമാരെ കയ്യും പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഷഹാദത്ത് കൽമ ചെല്ലുന്നതിന്റെ രംഗം ഈ 2-3 ദിവസം മുന്നേ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. എന്തൊരു അത്ഭുതമാണിത്, നമ്മൾ ആലോചിച്ച് നോക്കുക. ലോക മീഡിയകൾ മൊത്തം ഈ ഒരു വിശുദ്ധമായ ദർശനത്തെ എങ്ങനെയെങ്കിലും മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ലോക രാഷ്ട്രീയം മൊത്തം എന്തിന് യൂറോപ്പ് നമ്മളെ എതിർക്കണം? എന്തിന് പരിശുദ്ധ ഇസ്ലാമിനെ ക്യാപിറ്റലിസം എതിർത്തുകൊണ്ടിരിക്കണം? അവർക്ക് അവരുടേതായ പണസമ്പാദനത്തിനും പലിശക്കും നഗ്നതാ പ്രദർശനത്തിനും പരിശുദ്ധ ഇസ്ലാം ശക്തമായ എതിരാണ്. പരസ്യം വേണോ? അത് പെണ്ണിനെ നൽകിയിരിക്കണം. ചെരുപ്പിന്റെ പരസ്യമായിരിക്കും, പക്ഷെ പെണ്ണിന്റെ എങ്ങോട്ട് മേലെ എന്തൊക്കെയോ പൊന്തി നിൽക്കുന്നതായിരിക്കും ചിത്രം വരിക. ചെരുപ്പും ഇതും തമ്മിലൊരു ബന്ധമില്ല. അങ്ങനെ പെണ്ണിനെ വിപണനച്ചരക്കാക്കി വെക്കുന്നതിനെ ശക്തമായി പരിശുദ്ധ ഇസ്ലാം എതിർക്കുന്നു, ശക്തമായി എതിർക്കുന്നു.
ഇസ്ലാമിനോട് ബഹുമാനമുള്ള ആളുകളൊക്കെ അത് അനുകൂലിക്കുകയും അതിന്റെ മഹത്വം പറയുകയും ചെയ്യുന്നു. കമലാ സുറയ്യ നമുക്കറിയാം, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ കുറെ മുമ്പ് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ പർദ്ദയുടെ മഹത്വവും പറഞ്ഞ് ലേഖനം എഴുതി. അവർ മുംബൈയിലൂടെ നടക്കുമ്പോൾ, അവർ പലയിടത്തും സഞ്ചരിക്കുമ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പർദ്ദയാണ് ധരിക്കാറുള്ളത് എന്ന് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിനെ അവരാലോചിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് അവർ ലേഖനം എഴുതിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിയുള്ളവരും വിവേകശേഷിയുള്ളവരും ഇതിനനുകൂലിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിന്റെ നയങ്ങളെ. പക്ഷെ മറ്റു ചില ആളുകൾ ശക്ത രീതിയിൽ ഒരു പ്രമാണവുമില്ലാതെ പരിഹാസമായിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ എതിരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇത്ര വലിയ ശത്രുക്കളെ ഈ ഖുർആനിന്റെ വിനയാന്വിത ഭക്തന്മാരാക്കി മാറ്റാൻ എന്തൊരു അത്ഭുതമാണ് ഈ ഖുർആനിലുള്ളത്. ഇതൊന്നും തുടങ്ങിയൊന്നുമല്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബോരെ കൊല്ലാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുകയാണ് അന്നത്തെ ക്രൂരനും വില്ലാളിയും ഏറ്റവും വലിയ ഭീകരനും പേര് കേട്ടാൽ കച്ചവട സംഘങ്ങൾ ഞെട്ടിവിറയ്ക്കുന്ന കൊള്ളക്കാരനുമാകുന്ന ഖത്താബിന്റെ പുത്രൻ ഉമർ റളിയല്ലാഹു അൻഹു. വളം പിടിച്ചിങ്ങനെ പോകുമ്പോഴാണ് മൂപ്പര് സുഹൃത്ത് കാണുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ അത്ര ഇങ്ങനെ ദേഷ്യം പിടിച്ചു പോണത്? ഞാൻ പറഞ്ഞു, മുഹമ്മദ് കാരൻ ഒരാൾ വന്നിട്ടുണ്ട് അത്ര, നമ്മളെ മഹത്തിനൊക്കെ എതിർക്കുന്നുണ്ട് അത്ര, അവന്റെ തലട്ടിട്ടാണ് ഞാൻ ഇപ്പം എന്നിട്ട് പോരുള്ളൂ. ഇയാൾ പറഞ്ഞു, അത് ശരി, മുഹമ്മദിനെ കൊല്ലണേന് മുമ്പ് എന്റെ വീട് നന്നാക്ക്. നിന്റെ പെങ്ങളില്ല ഫാത്തിമ, അവളിപ്പോ മുഹമ്മദിന്റെ ആളാണ്, അവളിപ്പോ മുഹമ്മദിന്റെ ആളാണ്. ആദ്യം നിന്റെ വീടൊക്കെ നന്നാക്ക്, എന്നിട്ട് മതി ആരാന്റെ മക്കളെ മേക്കെട്ട് കയറൽ. ഇത് കേട്ടോടുകൂടെ മുപ്പരിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആ പിടിച്ച വാളുമായി പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമയെ വെട്ടിക്കൊല്ലാൻ വേണ്ടി അവരുടെ വീടിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോവാണ്. ഇത്തിരി ദൂരം ഇങ്ങനെ എത്തുമ്പോ, വീടിന്റെ അടുത്തടുത്ത് ഇങ്ങനെ എത്തുമ്പോ ആ വീട്ടിൽ നിന്ന് എന്തോ ഒരു സംഗീതാത്മകമായ ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം സാഹൂദം ശ്രദ്ധിച്ചു. ഇത്തിരി ഇങ്ങനെ അടുത്തു വന്നപ്പോ ഇങ്ങനെ പദങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി, മനസ്സിലാവാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാഹ മാ അൻസൽനാ. ഔ, അത് കേട്ടതോടുകൂടി ഉമറുൽ ഫാറൂഖ് ഞെട്ടി. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ക്രൗര്യം പോയി. അദ്ദേഹം അന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ കാട്ടുകള്ളനായിരുന്നു. അങ്ങനെ തന്നെ അദ്ദേഹവും അനുയായികളും യാത്രക്കാരെ പിടിച്ച് കവർച്ച ചെയ്യലായിരുന്നു അവരുടെ തൊഴില്. അതൊക്കെ മറന്നു മൂപ്പർ. പ്രിയപ്പെട്ട പെങ്ങളുടെ അടുത്ത് പോയിട്ട്, നീ ആ വായിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ എനിക്കൊന്ന് തരണം എന്ന് പറയാൻ. പെങ്ങള് പറഞ്ഞു, അങ്ങനെ തരൂല, ശുദ്ധിയായി വരണം, ശുദ്ധിയായി വരണം, കുളിച്ച് ശുദ്ധിയായി വരണം. ഉമർ റളിയല്ലാഹു അൻഹു ആകുന്ന ആ മഹാശക്തൻ ആ പെൺകുട്ടിയുടെ ആജ്ഞ സ്വീകരിച്ചു. അവര് പറഞ്ഞ ആ ഒരു പേപ്പർ കിട്ടണമെങ്കിൽ കുളിക്കണോ? ഞാൻ കുളിക്കാം. അദ്ദേഹം പോയി കുളിച്ചു വന്നു. അങ്ങനെയാണ് ത്വാഹ സൂറത്ത് ഇങ്ങനെ ഓതുന്നത്. വാള ഉറയിലിടാൻ മറന്നു മൂപ്പർ. ആ വാളും പിടിച്ചിട്ട് ഹബീബായ റസൂലിന്റെ മുമ്പിലേക്ക് ഓടി. ആ വാളും പിടിച്ചിട്ടോടി. സാബത്തൊക്കെ പേടിച്ചു. റസൂലുള്ളാഹി എന്ന് സ്വകാര്യമായി ദഅവത്ത് നടത്തുന്ന കാലാണ്. വാളും പിടിച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. പക്ഷെ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിച്ചിരുന്നു. കാരണം ഉമറിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് അതിന്റെ തൊട്ടു തലേന്നാണ് ഹബീബായ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ ഉത്തരം ഇതാ നേർക്കുനേർ അനുഭവിക്കാൻ പോകുന്നു. ഏറ്റവും വലിയ കഠിന ഹൃദയനെയും ഏറ്റവും വലിയ ശത്രുവിനെയും ശക്തനെയും പരിശുദ്ധ ഖുർആനിലേക്ക് ആകർഷിക്കുന്ന എന്തൊരു വലിയ അത്ഭുതമാണ് അതിലുള്ളത്. ഇതൊന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രയെത്ര യൂറോപ്യൻ വലിയ വലിയ പണ്ഡിതന്മാർ ഇസ്ലാമിലേക്ക് വന്നു. ഈ അടുത്ത് തന്നെ ഡെൻമാർക്ക് എന്ന് പറയുന്ന നാട് ഹബീബായ റസൂലിനെ പറ്റി ഏറ്റവും വൃത്തികെട്ട രീതിയിൽ കാർട്ടൂണും ലേഖനങ്ങളും ഇറങ്ങുന്ന നാടാണ്. അവിടെയുള്ള വാഗ്നർ എന്ന് പറയുന്ന ഇതേപോലെയുള്ള ഒരു നേതാവ് കഴിഞ്ഞ വർഷത്തിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഇതിലേറെ സ്ട്രോങ് ആയിരുന്നു ഇസ്ലാമിനെതിരെ. അങ്ങനെ എത്രയെത്ര ആളുകൾ. വലിയ ബൈബിൾ പണ്ഡിതനാകുന്ന ഫാദർ ബെഞ്ചമിൻ കെൽദാനി ഇസ്ലാമിനെ എതിർത്ത് പഠിച്ച് അവസാനം അബ്ദുൽ അഹദ് ദാവൂദ് എന്ന പേരിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വലിയ ദഅവാ പ്രവർത്തകനായി മാറുന്നു. ഈ ആക്ഷേപങ്ങളൊന്നും അങ്ങ് പരിഗണിക്കരുത്, ഈ ആക്ഷേപങ്ങളൊന്നും അങ്ങ് കേൾക്കരുത്, അങ്ങ് ക്ഷമിക്കുക. അങ്ങനെ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം അങ്ങ് രാത്രിയിൽ നിസ്കരിക്കുക, അങ്ങ് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്യേണ്ടതും ആ ഒരു ദൗത്യമാണ്. ഇസ്ലാമിനെ നമ്മളൊന്ന് തിരിച്ചറിയണം. ആദ്യം അതാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ സുബഹിയുടെ മുമ്പൊന്നും അങ്ങനെ അങ്ങോട്ട് നീണ്ടുറങ്ങാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോവാതെ, പരിശുദ്ധ ഇസ്ലാമിനെ പൂർണാർത്ഥത്തിൽ സ്നേഹിക്കാതെ ഇരു ലോകത്തും വിജയം നേടാൻ നമുക്ക് സാധ്യമല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. അപ്പോ ഈ രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കൽ ഹബീബായ റസൂൽ നിർബന്ധമായി ചെയ്ത സംഗതി.
നമ്മുടെ പൂർവിക ഉമ്മത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മത്തിൽ ആദ്യകാല ആളുകൾക്ക് നിർബന്ധമായി കുറെ കാലം നിലനിന്നിരുന്ന ഈ ഒരു സംഭവം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഊർജ്ജസ്വലതയോടുകൂടെ നമ്മൾ നിർവഹിക്കണം. ഈ സുന്നത്തസ്കാരങ്ങളുടെ ഗൗരവമൊക്കെ നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. സുന്നത്തസ്കാരം എന്ന് പറഞ്ഞാൽ ഫറളിലുള്ളതായ കുഴപ്പങ്ങൾ തീർക്കാനുള്ള ഒരു ഏർപ്പാടാണ്. ഫറളിൽ എന്തായാലും കുറെ വൈകല്യങ്ങൾ വരും, വന്നേക്കാം, വന്നിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, വരാം. ആ വന്നത് പരിഹരിക്കാൻ അല്ലാഹു തആല നമുക്ക് അനുവദിച്ചു തന്നതാണ് ഇത്തരം നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് റവാത്തിബ് നിസ്കാരങ്ങൾ. നല്ല സമയ സന്ദർഭമൊക്കെ ഒത്തുവരുമ്പോൾ മാത്രം ലോറിന്റെ മുമ്പ് 2 റക്അത്ത്, ജുമഅക്കൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ തന്നെ വന്നു, ഇനി കുത്തുപടങ്ങാൻ കുറെ നേരമുണ്ട്, എന്നാ കിടക്കട്ടെ 2 റക്അത്ത്, ആ രീതിയൊക്കെ ഒന്ന് മാറ്റി ഒരു 10 റക്അത്ത് നിസ്കാരാനന്തര അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ മുമ്പുള്ള ആ മുഅക്കദായ സുന്നത്ത് നിസ്കാരം പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരാൾ പോലും ഒഴിച്ചു പോകരുത്. അതെന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും യാത്രയാണെങ്കിലും ഒക്കെ ഈ സുന്നത്ത് നിസ്കാരം യാത്രയിലൊക്കെ നിർവഹിക്കുമ്പോൾ നമുക്ക് ഖിബിലക്ക് മുന്നോട്ട് പോലും വേണ്ട. വലിയ അർജന്റായിട്ട് പോകേണ്ട ഒരാളാണ്, തിരൂരാ സ്റ്റേഷന്റെ അടുത്ത പള്ളിയിൽ നിന്ന് ലോറിസ്കരിച്ചു, ഉടനെ തന്നെ ട്രെയിൻ വരാനുണ്ട്, ഓടിക്കേറിക്കോളൂ ട്രെയിനിൽ. അത് കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരം മുടക്കരുത്, അവിടെ എവിടെയെങ്കിലും സീറ്റിൽ നിന്നിട്ട് സുന്നത്ത് നിസ്കരിക്കണം. യാത്രക്കാരന് സുന്നത്ത് നിസ്കാരത്തിന് ഖിബിലക്ക് മുന്നിടണ്ട, നിസ്കരിച്ചാൽ മതി. ആ ഒരു ബന്ധം, ആ നിസ്കാരത്തിനോടുള്ള നമ്മുടെ വലിയ സ്നേഹബന്ധം ഒരിക്കലും ഉപേക്ഷിക്കരുത്. വേറെ തന്നെ നിസ്കാരം ഓരോന്നും നിർവഹിക്കലാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഉദാഹരണമായിട്ട് നമ്മൾ പള്ളിയിൽ കയറി വരുമ്പോൾ 3-4 സുന്നത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റും, 2 റക്അത്ത് തന്നെ മതി താനും. ഇപ്പോ ഒരാള് ജുമയുടെ മുമ്പ് ഇങ്ങനെ പള്ളിയിലേക്ക് വരികയാണ്, അപ്പോ മൂപ്പരിക്ക് തഹയ്യത്ത് നിസ്കരിക്കാൻ പറ്റും. തഹയ്യത്ത് പറഞ്ഞാൽ അറിയാം, പള്ളി കയറിയ ഉടനുള്ള നിസ്കാരം. അത് മസ്ജിദുൽ ഹറമിൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ. മസ്ജിദുൽ ഹറമിൽ തഹയ്യത്തായിട്ട് തവാഫ് ചെയ്യാണ് വേണ്ടത്, നിസ്കാരമല്ല. ബാക്കിയുള്ള എല്ലാ പള്ളിയിലും 2 റക്അത്തെങ്കിലും തഹയ്യത്ത് നിസ്കാരം. ഒന്നെടുത്ത ഉടനെ ഒരു നിസ്കാരമുണ്ട്. ഈ വെള്ളമൊക്കെ ഉണങ്ങി നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പിന്തിരിഞ്ഞു എന്ന് തോന്നണതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം സുന്നത്തുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജിന്റെ രാത്രിയിൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ കാണുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ബിലാല് സ്വർഗത്തിലേക്ക് എത്തിയെന്ന് ഉറപ്പ് കിട്ടാനുള്ള ആ ഒരു കാരണം തന്റെ സമൂഹത്തെ മൊത്തം പഠിപ്പിക്കണം എന്ന് കരുതിയിട്ട് മിറാജൊക്കെ കഴിഞ്ഞു വന്ന് ആ യാത്രാ വിവരണങ്ങളൊക്കെ അങ്ങനെ നടത്തുമ്പോൾ ബിലാൽ ഇബ്നു റബാഹ തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, യാ ബിലാൽ, അങ്ങയെ ഞാൻ സ്വർഗത്ത് കണ്ടല്ലോ, എന്തായിരുന്നു ഞങ്ങളൊന്നും ചെയ്യാത്തൊരു പ്രത്യേകമായ അമൽ? ബിലാൽ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഇല്ലല്ലോ, എന്തോന്നുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പിന്നെയും പറഞ്ഞപ്പോ ബിലാൽ ഇബ്നു റബാഹ പറഞ്ഞു, എന്ന് ഒളു എടുത്തിട്ടുണ്ടോ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കാതിരുന്നിട്ടില്ല. നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും നിസ്കരിക്കും. നിസ്കരിക്കാൻ എല്ലാതെയും ഒളു എടുക്കാമല്ലോ, നമുക്ക് ഖുർആനോദ ഒളു എടുക്കാം, അവിടെ നിസ്കാരമില്ല. പള്ളിയിൽ കയറുമ്പോൾ വെറുതെ ഒളു എടുക്കൽ സുന്നത്താണ്. ഇനി അതൊന്നുമില്ല, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ എപ്പോഴും ഇങ്ങനെ ഈ ശുദ്ധിയിൽ നിൽക്കൽ അതൊരു വലിയ പുണ്യാണ്, ഒരു തൗഫീഖാണത്. ചില അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഒന്നും അങ്ങനെ നിർത്താൻ കഴിയില്ല, ഒന്നും അങ്ങനെ തുടരാൻ കഴിയില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ എപ്പോഴും ഇങ്ങനെ ഒലോയിലായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബർക്കത്താണ്. രാത്രി ഒലെടുത്തൊക്കെ കിടക്കണം എന്ന് പറയണതൊക്കെ അതിന്റെ ഭാഗമാണ്. കിടക്കുന്നതോടുകൂടെ സാധാരണഗതിയിൽ ഒലു മുറിയും ഉറങ്ങുന്നതോടുകൂടെ. പക്ഷേ ഈ ഉറങ്ങാൻ വേണ്ടി എടുത്ത ഒലു ആ ഉറക്കോടുകൂടെ മുറിയുന്നില്ല, അവർക്കോടുകൂടി മുറിയുന്നില്ല. നമ്മൾ രാത്രി പെട്ടെന്നൊന്ന് ഉണർന്നു പോയി എന്തോ ശബ്ദം കേട്ടിട്ട് അതിന് പിന്നെ ഒന്നും എടുക്കണ്ട, പിന്നെ അങ്ങനെ തന്നെ കിടന്നാൽ മതി. അപ്പൊ നമ്മൾ ശുദ്ധിയിലായിട്ടാണ് കിടക്കുന്നത്. ആ ഒരു ഉറക്കത്തിലൊക്കെ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ, പലരും ഉറക്കത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. അതൊക്കെ ഒരു ശുദ്ധിയോടുകൂടെയുള്ള ദിക്റൊക്കെ ചൊല്ലിയിട്ടുള്ള മരണമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ദുനിയാവിലെ പ്രയത്നം വിജയിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു നിസ്കാരം, അവന് ഒരു തഹയ്യത്ത് എന്ന് പറയുന്ന നിസ്കാരമുണ്ട്, പിന്നെ ഒളുവിന്റെ ശേഷമുള്ള നിസ്കാരമുണ്ട്, ജുമയുടെ മുമ്പൊക്കെ പള്ളിയിലെത്തുമ്പോൾ ജുമയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമുണ്ട്. ഇതെല്ലാം കൂടിയും കരുതിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരൊക്കെ പറയണം അതിന്റെ കൂലി കിട്ടുന്ന, എല്ലാത്തിന്റെയും കൂലി കിട്ടുന്നതാണ്. എന്നാലും സമയവും സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ വേറെ തന്നെ നിസ്കരിക്കലാണ് നല്ലത്. അള്ളാന്റെ ദുനിയാവിൽ കുറെ സുജൂദ് കിടക്കട്ടെ, അതിനാണ് നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അങ്ങനെ മാറി മാറി നിൽക്കുന്നത്. ഒരു നിസ്കാരം കഴിഞ്ഞടുത്തുനിന്ന് സുന്നസ്കാരത്തിന് മാറി നിൽക്കുന്നത് ആ ഒരു സുജൂദ് വേറൊരു സ്ഥലത്താവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ വേറെ തന്നെ നിസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ നിസ്കരിക്കണം. ഇപ്പൊ ഈ ജുമാന്റെ സമയത്തുള്ള തഹിയ്യത്ത് നിസ്കാരം പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു മസല കൂടെ ഞാൻ പറയാം. ജുമായ്ക്ക് ഖതീബ് എങ്ങാനും മെഹ്റാബിൽ
മിമ്പറിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരൊറ്റ നിസ്കാരവും പാടില്ല തഹയ്യത്തല്ലാത്ത. ഖതീബ് ഖുതുബ തുടങ്ങി അല്ലെങ്കിൽ മിഹ്റാബിൽ കയറിയിട്ടുണ്ടെങ്കിൽ, മിമ്പറിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിസ്കാരവും പറ്റൂല. പള്ളിയിൽ കയറിയിട്ടുള്ള തഹയ്യത്ത് മാത്രം പറ്റും. പള്ളിയിൽ കയറിയിട്ടുള്ള തഹയ്യത്ത് മാത്രം പറ്റും. അപ്പൊ നമ്മുടെ ഈ പള്ളിയിലൊക്കെ നമ്മൾ ആ ചായ കുടിക്കാനിരിക്കുന്ന ആ സൈഡിൽ വെച്ചിട്ട് ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല. ചില പള്ളിയിലൊക്കെ, കോഴിക്കോട് കോംപ്ലക്സ് പള്ളിയിലൊക്കെ ആ റോട്ടില്, മാവൂർ റോഡിന്റെ അതുവരെയൊക്കെ പലപ്പോഴും ജുമാക്ക് ആളുകൾ ഉണ്ടാകും. ഖുതുബ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒന്നും വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല. പോയിട്ട് അവിടെ ഇരിക്കണം, പാടില്ല എന്ന്. അവിടെ ഇരിക്കണം. പിന്നെ എവിടെ മാത്രം പറ്റും? പള്ളിയുടെ അകത്ത് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഖുതുബ നടക്കുമ്പോഴും നമുക്ക് സുന്നത്ത് നിസ്കരിക്കാം. ഏത് സുന്നത്ത് നിസ്കാരം? തഹയ്യത്ത് സുന്നത്ത് നിസ്കാരം. ജുമഅന്റെ മുമ്പുള്ളത് അനുബന്ധമായി കരുതാം. അടിസ്ഥാനപരമായി തഹയ്യത്ത് തന്നെ കരുതാൻ പറ്റുള്ളൂ. ഞാൻ പള്ളിയിൽ കയറിയിട്ടുള്ള തഹയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് അതിനോടൊപ്പം നമുക്ക് ജുമഅന്റെ മുമ്പുള്ള സുന്നത്ത് വേണമെങ്കിൽ കരുതാം, വുളുവിന്റെ ശേഷമുള്ള സുന്നത്ത് കരുതാം. അത് പള്ളിയിലാവുമ്പോൾ മാത്രം. പള്ളിയുടെ പുറത്താണ് ചാൻസ് കിട്ടിയതെങ്കിൽ ഒരു നിസ്കാരമല്ല, അവിടെ ചെല്ലുക, ഖുതുബ കേൾക്കുക. ഇതിന് രണ്ട് കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഖുതുബ കേൾക്കേണ്ടതിന്റെ പ്രത്യേകത. സുന്നത്ത് നിസ്കാരം പോലും ഒഴിവാക്കിയിട്ട് ഖുതുബ ശ്രദ്ധിക്കണം. അപ്പൊ വാട്സപ്പ് കളിക്കാൻ പാടില്ല. പള്ളിയുടെ 3-ാം നിലയിലാണെന്ന് കരുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിപ്പ് ഷെയർ ചെയ്യാൻ പാടില്ല. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. പുതിയ കാലത്തുണ്ടാകുന്ന ചില അധർമ്മങ്ങളാണിത്. നല്ല കുറെ മനുഷ്യന്മാർ താഴത്തെ പള്ളിയിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒന്നിച്ചത് പൊളിഞ്ഞു കെട്ടി വീഴാത്തത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത്രക്ക് പ്രത്യേകതയാണ് ഖുതുബ ശ്രദ്ധിക്കൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ, തഹയ്യത്ത് നിസ്കാരത്തിന്റെ പ്രത്യേകതയും മനസ്സിലാക്കണം. ഖുതുബ നടക്കുമ്പോ ആ ഖുതുബന്റെ പ്രാധാന്യം കൊണ്ട് ഒരിക്കൽ പോലും നിസ്കാരങ്ങളെ പാടില്ല. പക്ഷെ പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ തഹയ്യത്ത് നിസ്കരിച്ചേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് പരിഗണിക്കണം. അതിന്റെ സമയം എപ്പോഴാണ്? പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് എന്നാണ്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് കുറെ ടൈമൊക്കെ അങ്ങനെ തിരിഞ്ഞു കളിച്ചാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല. പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മുമ്പാണ്. പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മുമ്പാണെങ്കിൽ തന്നെ കുറച്ച് ടൈമൊക്കെ പോയാലും കുഴപ്പമില്ല. പക്ഷെ കുറെ ടൈം പള്ളിയിൽ ഇങ്ങനെ നിന്നു, അങ്ങനെ പറ്റൂല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സുന്നത്ത് നിസ്കാരങ്ങൾ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കാരങ്ങളുടെ ഉടനെയായിട്ടുള്ള നിസ്കാരം, അതുബാറ സുജൂദ്, സുജൂദ് ഉദ്ദേശിക്കുന്ന നിസ്കാരം, നിസ്കാരങ്ങളുടെ ഉടനെയായിട്ടുള്ള നിസ്കാരങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് 10 റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. 10 അല്ല അതുള്ളത്. ലോറിന്റെ മുമ്പ് 4 ചെയ്യേണ്ടത്, ലോറിന്റെ ശേഷം 4 ചെയ്യേണ്ടത്, അസറിന്റെ മുമ്പ് 4 വേണ്ടത്, മഗ്‌രിബിന്റെ മുമ്പ് 2 ഉണ്ട്. ചിലയിടത്തൊന്നും അങ്ങനെ ഒരു കഥ തന്നെയല്ല. മഗ്‌രിബിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, മഗ്‌രിബിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. മഗ്‌രിബിന്റെ ശേഷം എന്തായാലും പൊതുവെ എല്ലാവരും നിസ്കരിക്കും, അത് മുഅക്കദാണ്. മുഅക്കദല്ലാതെ മഗ്‌രിബിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. പള്ളിയിലൊക്കെ നമ്മളതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. ഒരു സുന്നത്ത് മുടക്കാൻ കമ്മിറ്റിക്കാരും ഇമാമും ഒന്നും കാരണക്കാരനാവാൻ പാടില്ല. അപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വാങ്കൊടുത്ത ഉടനെ തന്നെ, ടൗണിലെ പള്ളിയൊക്കെ ആണെങ്കിലും, ടൗണിലെ പള്ളിയാണ് അതുകൊണ്ട് വേഗം തീർക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ ആദ്യം വന്ന ആളുകളൊക്കെ കയറിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, മഗ്‌രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. അങ്ങനത്തെ സുന്നത്തുകളെ ഹയാത്താക്കൽ കൂടെ വലിയൊരു പുണ്യാണ്. ഒരു 3-4 മിനിറ്റ് അല്ലേ, അത് കഴിഞ്ഞിട്ട് ഉടനെ ഖാമത്ത് കൊടുക്കുക, മഗ്‌രിബ് നിസ്കരിക്കുക. മഗ്‌രിബിന്റെ മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട്. അത് മുഅക്കദല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും പൊതുവെ അങ്ങനെ നടത്താറില്ല, പല പള്ളിയിലും ഉണ്ടാവാറില്ല. എന്നാലും പുതിയ പല പള്ളികളിലും അതൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ സബ്ബിഹ് തസ്ബീഹ് എന്നുള്ളതിന് നിസ്കാരം എന്നർത്ഥം പറഞ്ഞപ്പോഴാണ്. ചില പണ്ഡിതന്മാർ അതിന് വേറൊരു വ്യാഖ്യാനവും കൂടെ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന തസ്ബീഹ് ചൊല്ലൽ. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് തസ്ബീഹ് ചൊല്ലണം, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് തസ്ബീഹ് ചൊല്ലണം, രാത്രിയിൽ കുറെ ടൈം എടുത്തിട്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കണം, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇങ്ങനെയുള്ള ചിന്തയും സംസാര വൈഭവവും കാണാനുള്ള ശേഷിയും നടക്കാനുള്ള ശക്തിയൊക്കെ തന്നിട്ട് ആ റബ്ബിന് ചെയ്യേണ്ട നന്മകൾ, നന്ദി നമ്മൾ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല ഇതുവരെ. നമ്മുടെ കണ്ണിന്റെ കൗതുകം പഠിച്ചാൽ മതി.
നമ്മുടെ എന്തിന് കണ്ണ്, നമ്മുടെ ഈ ഒരു നഖത്തിന്റെ ആ ഒരു പ്രയോഗത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി, അതിന്റെ ഉപകാരത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ അള്ളാഹുവിനൊന്നും ഒരു ശുക്രും ചെയ്തിട്ടില്ല നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് രാത്രി തസ്ബീഹ് ചൊല്ലണം. പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. മുമ്പൊരു സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വട്ടം ചൊല്ലുമ്പോഴേക്ക് നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ സ്വർഗത്തിലുണ്ടാകും. മിറാജിന്റെ അന്ന് ആറാം ആകാശത്തിൽ ബൈത്തുൽ മഅമൂറിനെ ചാരി ഇങ്ങനെ പ്രിയപ്പെട്ട പിതാമഹൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഇരിക്കുന്നത് ഹബീബായ നബി തങ്ങൾ കാണുന്നു. സന്തോഷത്തോടുകൂടെ അവർ സംസാരിക്കുന്നു, വർത്തമാനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഇബ്രാഹിം നബിയെ പിരിഞ്ഞു പോരുന്ന ആ ഒരു ഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിം നബി നമുക്ക് വേണ്ടി റസൂലിന്റെ കയ്യിൽ കൊടുത്തയച്ച ഒരു വലിയ ഉപഹാരമാണ് ഈ തസ്ബീഹ്. അവിടുന്ന് പറഞ്ഞല്ലോ, അങ്ങയുടെ ഉമ്മത്തിന്റെ അടുത്ത് ചെന്നിട്ട് അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ സ്വർഗത്തിൽ ഇപ്പോഴേ നട്ടുപിടിപ്പിക്കാൻ പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണത് സാധ്യമാവുക? എങ്ങനെയാണത് സാധ്യമാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, ഈ തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇത് ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കോമാങ്ങയാണെങ്കിൽ അത്, പഴഞ്ചക്കയാണെങ്കിൽ അത്, ഇനി വേറെ ഏതെങ്കിലും മരങ്ങളാണെങ്കിൽ അതൊക്കെ അവിടെ നട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ സ്വർഗത്തേക്ക് പോയാൽ അവിടെ ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടൂലേ? പിന്നെ അതൊന്ന് പ്രത്യേകം നേടിയെടുക്കണമെന്നൊക്കെയുള്ള ചില കുബുദ്ധി നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് ഇട്ട് തരും. അത് ശരി തന്നെ, സ്വർഗത്ത് പോയിട്ട് എനിക്കൊരു പഴഞ്ചക്കന്റെ വലിയ പ്ലാവ് വേണമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ കിട്ടും. പക്ഷെ സ്വർഗത്തിൽ എത്തുന്ന ഉറപ്പില്ല. ഈ സംഗതി നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ഫലം അനുഭവിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്വർഗത്തിൽ എത്തും എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ തസ്ബീഹിന് രണ്ടർത്ഥം. ഒന്ന്, നിസ്കരിക്കുക. അത് 5 വക്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വമിനൽ ലൈലി വസബ്ബിഹു, അത് രാത്രിയിലുള്ള ഇശാവും മഗ്രിബും. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞത് ളുഹറും അസ്റും, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞത് സുബഹി. അങ്ങനെ 5 വക്ത് നിസ്കാരം എന്ന് പ്രത്യേകമായി പല പണ്ഡിതന്മാരും ഇതിൽ നിന്ന് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ തഹജ്ജുദ് പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളും. വസ്തമിഉ യൗമ യുനാദിൽ മുനാദി മിൻ മഖാനിൻ ഖരീബ്, തൊട്ടടുത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാളുടെ അതിഭീകരമായ ഭീതിതമായ ശബ്ദം കേൾക്കുന്ന സമയം അതങ്ങ് നല്ലവണ്ണം ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. വസ്തമിഉ റസൂലെ, അങ്ങ് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക, നന്നായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, സമൂഹത്തിനെ വേണ്ട വിധം പഠിപ്പിക്കുക. യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ഖരീബ്, തൊട്ടടുത്ത് വെച്ചിട്ട് വലിയൊരു ശബ്ദമുയരുന്ന സമയം. യൗമ യുനാദിൽ മുനാദി, വിളിച്ചു പറയുന്ന ഒരാൾ ഉറക്കെ വിളിച്ചു പറയും. ആരാണ് ഉദ്ദേശിക്കുന്നത്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ കൽപ്പന പ്രതീക്ഷിച്ച് പരിശുദ്ധ കൽപ്പനകൾ സ്വീകരിച്ച് എപ്പോഴാണോ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് ആ സമയത്ത് ഖിയാമത്ത് നാൾ സംഘടിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഓരോരുത്തരും തൊട്ടടുത്തുനിന്നാണ് ഈ വിളിയാളമെന്ന് തോന്നും. തുറന്ന കാഹളത്തിലൊരു ഊത്തുണ്ട്. അതൊരു വലിയ കാഹളാണോ അതോ പ്രത്യേകമായി ഈ ദുന്യാവിലെ കാര്യകാരണ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കണമെന്ന് പടച്ച റബ്ബിന്റെ കൽപ്പനയുടെ പ്രഖ്യാപനമാണോ? എന്തോ ആവാം. സംഗതി ഈ ദുന്യാവിന്റെ കഥ കഴിയും. സംഗതി ഇതാകെ പൊട്ടിപ്പിളരും. അത് ഭയങ്കരമായ ശക്തിയുള്ള 3 വിജ്ഞാപനങ്ങളാവാം, അല്ലെങ്കിൽ 3 ശക്തമായ ഊത്തുകളാവാം. ആ ഊത്തിന്റെ ശക്തി കൊണ്ട് ഈ ദുന്യാവിലുള്ള എല്ലാ കെട്ടിടങ്ങളും മരങ്ങളും പർവ്വതങ്ങളും പൊടിയായി തീരും. ദുന്യാവ് ഒരു പ്ലെയിനായ ഒരു ഭൂമിയായിട്ട് സംഘടിപ്പിക്കപ്പെടും. അതിന്റെ വിളിയാളം ഉയരുന്ന സമയം യൗമ യസ്മഊന സൈഹത ബിൽ ഹഖ്, യഥാർത്ഥത്തിൽ എല്ലാവരും ഭീകരമായ അട്ടഹാസം കേൾക്കും. ദാലിക യൗമുൽ ഖുറൂജ്, അന്നാണ് പുറപ്പാടിന്റെ ദിവസം. അന്നാണ് ഈ ദുന്യാവിൽ നിന്ന് ആഖിറത്തിലേക്ക് പുറപ്പെടുന്ന ദിവസം. അന്നാണ് ഇവിടെയുള്ള അഹങ്കാരങ്ങളെല്ലാം തീർന്ന് വളരെ വിനയാന്വിതരായി പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിച്ചേരുന്ന ദിവസം. ദാലിക യൗമുൽ ഖുറൂജ്, അത് പുറപ്പെടലിന്റെ ദിവസമാണ്. ഇന്നാ നഹ്നു നുഹീ വനുമീതു വഇലൈനൽ മസീർ, നമ്മളാണ് ജീവിതം നൽകിയത്, നമ്മളാണ് മരണം സംഘടിപ്പിക്കുന്നത്, അവസാനം നമ്മിലേക്ക് തന്നെയാണ് മടക്കം. കുറെ കാലം അവിടെ നിൽക്കാം, അതിന് സംവിധാനം ഉണ്ടാക്കാം, ആർക്കും സാധ്യമല്ല. നമ്മിലേക്ക് മടങ്ങി വരും. എന്നിട്ട് ഈ പറഞ്ഞതിനൊക്കെയും കൃത്യമായ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഖുർആന്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നുപോലും തെറ്റിയിട്ടില്ല.
സമയമെത്തിയ ഖുർആനിന്റെ വാഗ്ദാനങ്ങളെല്ലാം സംഭവിക്കുകയും ചെയ്തു. ഇതിന്റെ സമയം വരാൻ പോകുന്നു. എല്ലാവരും ശബ്ദം കേൾക്കും. എല്ലാവരും ഗംഭീരമായ അട്ടഹസത്തിൽ വല്ലാതെ പേടിച്ചരണ്ടു പോകും. എന്തു പറ്റിയ ദുന്യാവിനെന്ന് ഓരോരുത്തരും ചോദിക്കും. ഈ ദുന്യാവിന് എന്ത് പറ്റിപ്പോയി? എന്ന് പറയുന്ന സൂറത്തിൽ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. മനുഷ്യർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ പറ്റിയേ, എന്താ സംഭവിച്ചത്? ഒക്കത പൊട്ടിപ്പടരുന്നു, നമ്മുടെ പർവ്വതങ്ങളെല്ലാം പാറി നടക്കുന്നു, നമ്മുടെ കടലുകൾക്കും ജലസ്രോതസ്സുകൾക്കും തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇങ്ങനെ കപ്പലിൽ നിന്ന് ക്രൂഡ് ഓയിൽ ചോർന്നിട്ട് തീ പിടിക്കല്ല, മറിച്ച് വെള്ളം നിന്ന് കത്തിക്കൊണ്ടേയിരിക്കും. മണ്ണെണ്ണക്കും പെട്രോളിനും കത്താൻ കഴിവ് കൊടുത്ത റബ്ബ് തആല ഈ പച്ചവെള്ളത്തിനെ ശക്തമായി കത്തിക്കും. തൂറാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനുള്ളത്. അതിന്റെ ആരംഭത്തിലൊക്കെ വെള്ളം കത്തിപ്പിടിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി റബ്ബ് തആല പറയുന്നുണ്ട്. വിശദമായി നമുക്ക് അവിടുന്ന് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅ, ഭൂമി പൊട്ടിപ്പിളരുന്ന ദിനം അവരെല്ലാവരും വളരെ ധൃതിയിൽ ഉയർത്തെഴുന്നേൽക്കും. പെട്ടെന്ന് എന്നൊക്കെ പറയല്ലേ, ഗൾഫ് പോയവർക്കറിയാം. പെട്ടെന്ന് എല്ലാവരും അവരുടെ ഈ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പൊട്ടിപ്പിളരും. അവർ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. യൗമ തശഖഖുൽ അർളു, ഭൂമി പിളരും. മുമ്പ് മറവട്ട ആളുകളൊക്കെ ഇങ്ങനെ പാറ്റ പൊടിയണത് പോലെ പുറത്തേക്ക് വരും. സിറാഅൻ, ധൃതിയിൽ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും ഒഴിവുണ്ടാവില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി ചോദിച്ചല്ലോ, മഹ്ശറിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടെ ഉരിയാനൻ, ആരും ഡ്രസ് എടുക്കാതെ, അതൊരു വല്ലാത്ത മാനക്കേടല്ലേ എന്ന് അവർ ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി പറയുന്നുണ്ട്, കുട്ടി, ആർക്കും അത് ശ്രദ്ധിക്കാൻ ഒരു അർദ്ധ സെക്കൻഡ് ലഭിക്കില്ല. ബേജാറിന്റെ ഊക്കുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടാവൂല. ദാലിക ഹശറുൻ, അതാണ് മഹ്ശറ. ജനങ്ങളൊക്കെ പൊട്ടിപ്പിളർന്ന് പുറത്തു വന്ന് വളരെ ധൃതിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ദാലിക ഹശറുൻ, അതാണ് ഈ ഒരുമിച്ച് കൂടൽ. മഹ്ശറ അലൈനാ യസീർ, ഇത് നമുക്ക് വളരെ ലളിതമാണ്. ഈ ദുന്യാവിനെ മുൻമിസാലില്ലാതെ ഇങ്ങനെ പടച്ച റബ്ബ്. വഹുവ അഹ്വനു അലൈഹി എന്ന ഖുർആനിൽ ഒരു സ്ഥലത്ത് പ്രയോഗം. യാതൊരു മോഡലും നോക്കാതെ മനുഷ്യനെയും പ്രപഞ്ചത്തെയും പടച്ച അള്ളാഹുവിന് ഇതൊന്നാട് പൊളിച്ച് തരികിട മൊത്തം അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം ഒന്നുകൂടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ യസീർ, വളരെ എളുപ്പം. അഹ്വൻ, വളരെ ലളിതം. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, റസൂൽ തങ്ങളെ അങ്ങയെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ശത്രുപക്ഷം പറഞ്ഞുണ്ടാക്കുന്നത് മൊത്തം നമുക്കറിയാം. വമാ അൻത അലൈഹിം ബിജബ്ബാർ, അവരെ നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം അങ്ങേക്കില്ല. എല്ലാവരും കൂടെ ഇസ്ലാമിലേക്ക് വരട്ടെ എന്ന് കരുതിയിട്ട് ഹബീബായ നബി തങ്ങൾ വല്ലാതെ അധ്വാനിക്കും, കഠിനമായി പ്രവർത്തിക്കും. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവരെ എല്ലാവരെയും ഇസ്ലാമിലേക്ക് ചേർക്കേണ്ട ബാധ്യത അങ്ങേക്കില്ല. ഇന്നമാലൈക്കൽ ബലാഗ് വ അലൈനൽ ഹിസാബ്, അങ്ങ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, കണക്ക് ഞാൻ എടുത്തോളും, പരിപാടികളുടെ ഏർപ്പാട് ഞാൻ നടത്തിക്കോളും, അവരെന്തൊക്കെ ചെയ്തു സ്വീകരിച്ചു എന്നതിന്റെ കണക്ക് ഞാൻ എടുത്തോളും. വമാൻ തഅലൈഹിം ബിജബ്ബാർ, അവരെ ഒന്നിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത അങ്ങേക്കില്ല. അതുകൊണ്ട് ഫദക്കിറു ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, ഫദക്കിർ ബിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് അങ്ങ് ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. മൻ യഖാഫു വഈദ്, അല്ലാഹുവിന്റെ വഈദിനെ പേടിക്കുന്നവരോട്. അല്ലാഹുവിന്റെ വഈദിനെ പേടിക്കുന്നവർ, അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നവർ, പടച്ച റബ്ബ് നമ്മളോട് വളരെയേറെ ആശങ്കയോടുകൂടെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു തന്ന ഖബറിന്റെ കാര്യം, നരകത്തിന്റെ കാര്യം, മഹ്ശറിന്റെ കാര്യം, സിറാത്തിന്റെ കാര്യം, ഇതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ അവരോട് പരിശുദ്ധ ഖുർആൻ കൊണ്ടങ്ങ് ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക. അതല്ലാത്ത ആളുകൾ പരിഹസിക്കും, എന്ത് സിറാത്ത് എന്ന് പറയും, എന്ത് മീസാന്. അള്ളാഹു നമുക്ക് നൽകിയ അല്ലെങ്കിൽ നമുക്ക് യാദൃച്ഛികമായി പരിണാമത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ലഭിച്ച ഈ ജീവിതം അങ്ങോട്ട് സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് തീർക്കന്നെ എന്നവർ പറയും. ഇതിനപ്പുറം ഒരു ലോകമല്ല, ജീവിതമില്ലെന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന്റെ അപ്പുറം ഒരു ജീവിതമില്ലെന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കൊച്ചു പ്രാണിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പക്ഷേ ഇത് പറയാൻ സാധ്യമല്ലാതെ വരും. ഒരു ചെറിയ പ്രാണിയെ കുറിച്ചെങ്ങാനും അവർക്ക് വേണ്ട വിധം പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ,
മനുഷ്യ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു തന്തുവിനെ കുറിച്ച് പഠിക്കാൻ അവർ മനസ്സ് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹുവാകുന്ന സർവശക്തന്റെ ആ ഒരു സൃഷ്ടി വൈഭവത്തിന്റെ മുമ്പിൽ മാനവ സമൂഹം വിനയാന്വിതരാവും. അതില്ലാത്തത് കൊണ്ട് അന്തം വിട്ട് ഇങ്ങനെ നടക്കും. സൃഷ്ടികൾക്കിടയിൽ, അള്ളാഹുവിന്റെ ജീവജാലങ്ങൾക്കിടയിൽ അവൻ വെച്ച ആ ഒരു വലിയ പൊരുത്തം, ബന്ധം, അതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ എത്ര സന്തോഷാവും. ഞാനതൊന്നും വിശദീകരിക്കല്ല, ഇൻഷാ അല്ലാഹ് പല ഘട്ടത്തിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ദൂരെ നിന്ന് ഒട്ടകം വരുന്നത് ചില ചെള്ളുകൾക്ക്, ചെറിയ പ്രാണി, ഒട്ടകത്തിൽ നിന്ന് ചോര കുടിച്ച് ജീവിക്കുന്ന ചെറിയ ജീവികൾ, ഉണ്ണി, ചെള്ളു എന്നൊക്കെ പറയുന്ന ആ സാധനം, ഇതിന് അതിൻ്റെ സ്മെല്ല് മാത്രം ദൂരെന്ന് അടിച്ചു വീശും. ദൂരെന്ന് മനുഷ്യന് തിരിയില്ല, അവിടെയുള്ള വേറെ ജീവികൾക്കൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് ഇത് ഏകദേശം ആ സ്മെല്ല് കേട്ടാൽ, ആ സ്മെല്ലിങ്ങനെ ആസ്വദിച്ചാൽ എവിടെ നിന്നാണ് ഇത് വരിക, ഏത് ലൈനിലൂടെയാണ് വരിക എന്ന് ഈ ചെറിയ പ്രാണിക്ക് മനസ്സിലാകും. അതവിടെ കാത്തു നിൽക്കും. ഒട്ടകം വരുന്നതോടുകൂടെ കാലിൽ ചാടിക്കയറിയിട്ട് അതിന് സൗകര്യപ്പെടുന്ന മേഖലയിലിരുന്ന് ഇഷ്ടം പോലെ അതിനാവശ്യമായ രക്തം ഊറ്റി കുടിക്കും. ആരാണ് ജീവിക്കത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അത് സ്കൂളിൽ പോയോ? ഇങ്ങനെയൊക്കെ സ്മെല്ല് വരുമ്പോൾ ഒട്ടകം വരുന്ന ആരാണ് ഈ ചെറിയ ജീവിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ് ഈ ചെറിയ ജീവിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലേക്കുള്ള ഉറുമ്പുകൾ നെല്ലൊക്കെ കൊണ്ടുപോകും. മഴക്കാലൊക്കെ ആകുമ്പോൾ അതിന് പിന്നീട് ഈ നെല്ലും ഭക്ഷണവും സംഘടിപ്പിക്കാൻ കഴിയില്ലെന്ന് അതിനറിയാം. അതാര് തോന്നിപ്പിച്ചു കൊടുത്തു? ഇനി മഴക്കാലം വരുന്നുണ്ട്, അതുകൊണ്ട് ഭക്ഷണം ശേഖരിക്കണമെന്ന് ആരാ തോന്നിപ്പിക്കുന്നത്? നല്ല നെല്ലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കൂല. അത് 2-3 കഷ്ണാക്കിയിട്ടേ വെക്കുള്ളൂ. കഷ്ടപ്പെട്ട് കടിച്ച് കഷ്ണാക്കി തീർക്കും. എന്തിനാ? തൻ്റെ മാളത്തിലിരുന്ന് ഇത്തിരി ഈർപ്പം വന്നാൽ ഈ നെല്ല് മുളച്ചു പോകും. പിന്നെ അത് തനിക്ക് ഉപകരിക്കില്ല, ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ആ മുള വരാതിരിക്കാൻ ആദ്യം ആ മുളഭാഗം അത് കടിച്ചു മുറിക്കും. പിന്നീട് 1-2 കഷ്ണമാക്കിയിട്ട് അത് ഛേദിച്ചതിന് ശേഷം മാത്രം സൂക്ഷിച്ചു വെക്കും. ആരാണ് ഈ ചെറിയ ജീവിക്ക് ഉറുമ്പിന് ഇത് തോന്നിപ്പിച്ചു കൊടുക്കുന്നത്? ഈർപ്പം വന്നാൽ ഇത് നനയുമെന്നും നനഞ്ഞാൽ ഇത് മുളക്കുമെന്നും മുളച്ചാൽ തനിക്ക് ഭക്ഷണയോഗ്യമാവില്ലെന്നും ആരാണ് ഇതിനെ പഠിപ്പിച്ചത്? പരിണാമത്തിന്റെ ഏതോ ഒരവസ്ഥയിൽ അതിനങ്ങനെ മനസ്സിലായോ? എന്നാൽ പരിണാമത്തിന്റെ വേറുള്ള പല ജാതി ജീവികൾക്ക് വെണ്ടിനത് മനസ്സിലാവാതിരുന്നത് എന്തേ? പൂച്ചക്കത് മനസ്സിലാവാതിരുന്നത് എന്തേ? കുറേയും കൂടി വലിയ ജീവികൾക്ക് പോലും അത് മനസ്സിലാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ഈ സൃഷ്ടികളുടെയും പിന്നിൽ അള്ളാഹുവിൻ്റെ ആ അപാരമായ ശക്തിവിശേഷണത്തിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് അംഗീകരിക്കാൻ, പടച്ച റബ്ബിനെ സ്നേഹിക്കാൻ, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ച് വിമലീകൃതമായൊരു ഹൃദയം നേടി മരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഖുർആന് കൊണ്ട് എല്ലാവർക്കും ഉപകാരമില്ല എന്ന് തന്നെ പറയണത്. അള്ളാഹുവിന്റെ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നവർക്ക് ഖുർആൻ കൊണ്ട് അങ്ങ് ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ അതവർ പരിഹസിക്കാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തും. പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാൻ, കൂടുതലായി അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 1-2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാനുണ്ട്. നമ്മുടെ പള്ളിയിൽ മാസം തോറും നടന്നു വരുന്ന ബദർ ഈ അടുത്ത വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് വളരെ കുറഞ്ഞ സദസ്സായിരുന്നു ഉണ്ടായത്. നമ്മുടെ ഈ യൂസുഫ് കോയ ബുഖാരി തങ്ങളുടെ മകൻ ഇൻഷാ അല്ലാഹ് ദുആക്ക് നേതൃത്വം വഹിക്കാൻ വേണ്ടി വരും. നല്ല സുന്ദരമായി, വളരെയൊന്നും കൂടുതലൊന്നും ചടപ്പിക്കാതെ വളരെ ഒരു ഫലപ്രദമായ പ്രാർത്ഥനയാണ്. നമ്മൾ ഇതിനു മുമ്പൊക്കെ അത് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബദറിലേക്ക് എത്തുക. മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനത്തെ ഒരു ആത്മീയ സാധനം മുടങ്ങാതെ എപ്പോഴേലൊക്കെ സൗകര്യം കിട്ടുമ്പോൾ വരിക എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു ആത്മീയ സദസ്സിൽ കൃത്യമായി നമ്മൾ വരുന്ന ശീലം വന്നാൽ, ഞാനീ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ബദറുണ്ടായിട്ട് വരാതിരുന്നത്. അതിന് പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ഞാനും അറിഞ്ഞില്ല, നിങ്ങളെ മാതിരി തന്നെ. അതായിരുന്നു പ്രധാനപ്പെട്ട കാരണം. പെരുന്തമണ്ണ ഭാഗത്തുനിന്ന് ഓടി വരണം എനിക്ക്. ഏതെങ്കിലും ഒരു സദസ്സ് കൃത്യമായിട്ട് നമ്മൾ അതിന് അതിമട് എന്താണ് ചെയ്യുക, ഇൽസാം ചെയ്യുക. ഞാനവിടെ പോകും തന്നെ തീരുമാനിക്കുക. അപ്പോൾ ദുആ ഉണ്ടാവും, ബദരീങ്ങളുടെ പേരൊക്കെ പറയും. ആ മാസം അങ്ങനെ ആകുമ്പോഴേക്ക് ബദരീങ്ങൾ ആ ദുആയും പ്രതീക്ഷിച്ച് നിൽക്കും. അങ്ങനെയാണല്ലോ ഇസ്ലാമിൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും അതിലേക്ക് എത്തിച്ചേരണം. വരുന്ന സമയത്ത് എല്ലാവരും നല്ല ചീരണി കൊണ്ടുവരണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. കുറേ ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആക്സിഡൻറ്റിൽപ്പെട്ട നമ്മുടെ ഒരു പണ്ഡിതനുണ്ട്,
അല്ലാഹു തആല അദ്ദേഹത്തിന് ഷിഫ നൽകുമാറാവട്ടെ. വലിയൊരു അത്ഭുതമാണ്. 3ാമത്തെ ആക്സിഡൻ്റാണ് നമ്മുടെ അലി ഉസ്താദിന്. ഇതിൻ്റെ മുമ്പുള്ള വണ്ടി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് കമ്പനി ഒഴിവാക്കി. ആ നിലക്ക് അതെന്തായിപ്പോയി, മാങ്ങ കുത്തിയമാതിരി. ഇപ്പം നെറ്റിലും വാട്സാപ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ നിസാൻ സണ്ണി എന്ന് പറയുന്ന വണ്ടിയുടെ കഥ. മുന്നും ബേക്കും ഒക്കെ ഇത്തിരി ഉള്ള വണ്ടിയാണ്. പക്ഷെ ഇപ്പം ഇങ്ങനെ അയക്കണേ, ഒറ്റ സീറ്റ് പോലും വൃത്തിയിലില്ല, ഒക്കെ ചതഞ്ഞ് ചപ്പിളിയായി പോയിക്കണേ നമ്മളെ നാടൻ പ്രയോഗം അനുസരിച്ച്. പക്ഷെ അതിലുള്ള 4 പേർക്കും കാര്യമായിട്ട് അസുഖമൊന്നുമില്ല. ഈ വണ്ടി കണ്ട ഒരാൾ പോലും ബാക്കി ഉണ്ടാവില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയൊരു കാവലാണ്. ഇതൊന്നും നമ്മൾ നടത്തുന്നതല്ല. രാത്രി ചൊല്ലിയ ദിക്റിന്റെ ഫലമായിട്ട്, റാത്തീബുൽ ഹദ്ദാദിന്റെ ഫലമായിട്ട്, നേരത്തെ റാത്തീബുൽ ഹദ്ദാദിന്റെ ചൊല്ലിയ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ തന്നെ സംഭവിച്ചോളണമെന്നൊന്നുമില്ല. നമ്മളത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു ചെറിയ ഈ ഭാഗത്തുള്ള എല്ലിനൊരു ചെറിയ പൊട്ട് മാത്രം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധം ഈ 4 പേരും സുരക്ഷിതാവുന്നതൊന്നും ഒരിക്കലും നമ്മുടെ സംവിധാനം കൊണ്ടല്ല, എയർ ബാഗ് കൊണ്ടല്ല, ഈ വണ്ടിയിലുള്ള സുരക്ഷാ ക്രമീകരണം കൊണ്ടല്ല, പടച്ച റബ്ബിന്റെ കാവലുകൊണ്ട് മാത്രം. അവരിരുന്ന സീറ്റ് മൊത്തം ജാമായി ഇങ്ങനെ കിടക്കുമ്പോൾ അതിലുള്ള മനുഷ്യന്മാർക്കൊന്നും പറ്റാതിരിക്കണം എന്തുകൊണ്ടാണ്? അതിലുള്ള മനുഷ്യന്മാർക്കൊന്നും പറ്റാതിരിക്കണം എന്തുകൊണ്ടാണ്? ആ ഇരുമ്പിന്റെ ഈ സീറ്റും ആ ഭാഗങ്ങളും മൊത്തം ഇങ്ങനെ കൂടിക്കിടന്ന് കിടക്കുമ്പോഴും അവരിലുള്ളവർക്ക് എന്തും പറ്റണില്ല. ഇതാണ് പടച്ച റബ്ബിന്റെ കാവൽ. അല്ലാഹു തആല അവർക്കൊക്കെ സംഭവിച്ച ആ ചെറിയ അസുഖങ്ങളാണെങ്കിലും അതൊക്കെ വളരെ പെട്ടെന്ന് അല്ലാഹു തആല ഷിഫയാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ നിരന്തരമായ യാത്രക്കാരാണ്. പടച്ച റബ്ബ് നമുക്കൊക്കെ അവൻ്റെ ഹൈഫുള് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, നിറയെ വാഹനങ്ങളുള്ള പാതയിലൂടെയാണ് ഞങ്ങളുടെ സഞ്ചാരം, ഞങ്ങളുടെ മക്കളുടെ സഞ്ചാരം. പടച്ചവനെ, എല്ലാവർക്കും നീ ഹൈഫുള് നൽകണേ തമ്പുരാനെ. ചെറിയ മക്കൾ രാവിലെ മദ്രസ പോകുമ്പോൾ വെള്ളം കുടിച്ച് കൂത്താടി വരുന്ന ആളുകളുടെ ഡ്രൈവിങ്ങിൽ പെട്ടുപോകുന്ന അനുഭവമുണ്ട്. പടച്ച റബ്ബെ, കഴിഞ്ഞ വർഷം മാത്രം 400 ചില്ലാനം കുഞ്ഞുമക്കളാണ് ഈ കേരളത്തിലെ റോഡുകളിൽ മരണപ്പെട്ടത്. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുമായി ബന്ധമുള്ളവർക്ക് പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നിന്റെ ഹൈഫുള് നൽകണേ തമ്പുരാനെ. നമ്മുടെ ക്ലാസ് പങ്കെടുക്കുന്ന ഒരാളുടെ ഭാര്യയ്ക്ക് അസുഖമായിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപ്രകാരം പ്രമേഹ രോഗം കാരണം ബുദ്ധിമുട്ടുള്ളൊരു സുഹൃത്ത് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഈ പറഞ്ഞ 2 പേർക്കും നമ്മളിൽ നിന്ന് ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ എല്ലാം അല്ലാഹു തആല ശിഫയാക്കുമാറാവട്ടെ. പടച്ചവനെ, നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നീ ആരോഗ്യം നൽകണേ തമ്പുരാനെ. നിന്റെ ദീനിന് നന്മ പ്രവർത്തിക്കാൻ, ദീനിന്റെ നന്മകൾ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. കാലിൻ്റെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ബാലൻസിന്റെ പ്രശ്നം തീർക്കണേ തമ്പുരാനെ. നീ വിചാരിച്ചാൽ എത്ര മാരകമായ രോഗവും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല റഹ്മാനെ. പടച്ചവനെ, നിന്റെ ഹിഫ്ള് നൽകണേ തമ്പുരാനെ, ഷിഫാ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ആരെയും ഈ ദുന്യാവിൽ നിന്ന് നീ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കരുത് റഹ്മാനെ. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട തെക്കത്തിപ്പാറ കൊച്ചുകാക്ക അല്ലെ, ചോരാത്ത് ബാവ ഹാജി, ചിന്നമ്പടി റഹീം സാഹിബിൻ്റെ ഒപ്പം ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും പരലോകത്ത് ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. റഹ്മാനെ, ഈ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഫലമായി ഞങ്ങളിൽ ഈമാൻ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബ പരമ്പരയിൽ, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ ഈമാൻ നീ നിലനിർത്തണേ റഹ്മാനെ. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ മതവിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിയാലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. വിമർശകർക്ക് നീ നല്ല ബുദ്ധി നൽകണേ തമ്പുരാനെ, ചിന്താശേഷി നൽകണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ ദീനിനെ സ്നേഹിച്ചത് പ്രകാരം നീ ഞങ്ങളെ സ്നേഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കാര്യങ്ങൾ സമ്പൂർണ്ണമായി നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ബിസിനസ്സിൽ, ഏർപ്പാടിൽ, കച്ചവടത്തിൽ, പലജാതി ആ മോഹങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. പേരക്കുട്ടികളുടെ രോഗം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ പെൺമക്കളിൽ ഗർഭിണികളായവർക്ക് നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. മനസ്സമാധാനം നൽകണേ തമ്പുരാനെ. ആരോഗ്യം നൽകണേ തമ്പുരാനെ. മാനസികമായി സ്ഥൈര്യം നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.